ഹലോ, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കൊല്ലത്തുള്ള ഒരു ഹിഡൻ പ്ലേസിലോട്ട് പോവുകയാണ്. അപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പരവൂരുള്ള തോന്നിപ്പാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മള് കാട്, മല, പുഴ, അത് കഴിഞ്ഞ് കുന്ന്. ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അത് ഇത്രമാത്രം കഷ്ടപ്പാടുള്ള ഒരു യാത്രയാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അത്രയ്ക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു യാത്ര. ഒരു ഹിഡൻ പ്ലേസ് കാണാമല്ലോ, അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ചുറ്റും കാടും നിശബ്ദതയും ഒരൊറ്റ മനുഷ്യന്മാരും പോലും ഇല്ലായിരുന്നു അവിടെ. കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഓക്കെ നമുക്ക് ഇവിടെ പോയാലോ എന്നൊരു തോട്ട് വന്നത്. പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, അപ്പോഴേ ബൈക്ക് കൊടുത്ത് ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ അമ്മേ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എന്തോരം കാടൊക്കെയാണ്. അവസാനം നമ്മൾ എത്തി കേട്ടോ അവിടെ. ഞങ്ങൾ പോയ സമയം തന്നെ അധികം വെള്ളച്ചാട്ടം ഒന്നും ഇല്ലാതെ ഇരുന്ന സമയത്തായിരുന്നു പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു എന്തോ ആരോ പൂജിക്കുന്നൊരു ഇടമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഒരു പേടി പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്ര ആൾ താമസമില്ലാത്ത സ്ഥലത്ത് ആരെ ഇവിടെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനം നമ്മൾ അവിടെ എത്തി. പക്ഷേ നമ്മൾ വിചാരിച്ചത്രയും ഒരു വലിയൊരു മലനിരയോ മലനിരയെന്ന് ഞാൻ എന്ത് പൊട്ടത്തിലാണ് പറയുന്നത്, വെള്ളച്ചാട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെന്നപ്പോൾ. എന്നാലും നമ്മളത് എൻജോയ് ചെയ്തു. കഷ്ടപ്പെട്ട് ഇത്രയും വന്നതാണല്ലോ, നമ്മളുള്ള വെള്ളച്ചാട്ടമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എല്ലാവരും കൂടി കുളിയും നനയും ആകെ നല്ല രസമായിരുന്നു. നിങ്ങൾ പോകുന്നത് ഒരു മഴ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞങ്ങൾ പോയത് കുറച്ച് വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.